അനാഥാലയങ്ങൾ ആ പേരത്ര സുഖകരമായ ഒരു പേരല്ല. അനാഥരെന്ന് പറയുന്നത് ആരുമില്ലാത്തവർ, അശരണർ. അതായത് അവർ കഴിച്ചൊന്ന് തിരക്കാൻ ആളില്ല, അവർ പട്ടിണിയാണെങ്കിൽ തിരക്കാൻ ആളില്ല, അവർക്ക് പഠിത്തം ഉണ്ടോ എന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടോ, അവർക്ക് അവശ്യവസ്തുക്കൾ കിട്ടുന്നുണ്ടോ, ഒന്നുമില്ല. മറ്റുള്ളവരുടെ ദയയിൽ ജീവിക്കുന്ന കുറച്ച് ജന്മങ്ങൾ, അല്ലെങ്കിൽ കുറേ അധികം ജന്മങ്ങൾ എന്ന് പറയാം. നമുക്ക് അച്ഛനമ്മയുണ്ട്, നമുക്കൊരു ഫാമിലി ഉണ്ടെന്ന് കരുതി അങ്ങനെ ഇല്ലാത്ത ആൾക്കാരുടെ വിഷമം മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ വേദന, നമ്മൾ സേഫ് ആണോ, ഒരു കൂരയുടെ കീഴിൽ അവർക്ക് ആകെ കിട്ടുന്നത് ഈ ഷെൽട്ടർ ഹോമുകളിൽ മഴ നനയാതെ കിടക്കാനൊരു റൂം, അല്ലെങ്കിൽ ഒരു വരാന്ത, അല്ലെങ്കിൽ ഒരു കട്ടിൽ. നമുക്ക് അറിഞ്ഞുകൂടാ അനാഥാലയത്തിലെ അവസ്ഥകൾ എന്താണെന്ന്. നല്ല അനാഥാലയങ്ങൾ ഇല്ലെന്നില്ല, പള്ളിയുടെ കീഴിലും കോൺവെന്റിന്റെ കീഴിലും ഒക്കെ നടക്കുന്ന ഒരുപാട് നല്ല ഓർഫനേജുകളുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയില്ല. പക്ഷേ ഈ പ്രൈവറ്റ് ഓർഫനേജുകൾ അതിപ്പോൾ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണല്ലേ പൗർണമി. പ്രത്യേകിച്ച് ജീവമാതാ കാരുണ്യ ഭവൻ നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദപരമായിട്ടുള്ള ഇതാണ്. അവർക്കെതിരെ കേസ് ഉടനെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതിന്റെ നടത്തിപ്പ് കാര്യത്തെക്കുറിച്ചും അവരുടെ മകനെക്കുറിച്ചും ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അവിടെ അന്തേവാസികളുടെ അവസ്ഥ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അവിടെ തന്നെ ജോലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ തന്നെ അന്തേവാസിയായിരുന്ന ഒരു യുവതി, ആ യുവതിയുടെ പേരോ അല്ലെങ്കിൽ ഫേസോ റിവീൽ ചെയ്തിട്ടില്ല. അത് വളരെ നല്ല കാര്യം. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ യുവതി പറഞ്ഞത് വഴിയാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി ഈ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. അവർ പറയുന്നുണ്ട്, ഞാനായിട്ട് എങ്ങും പോയില്ല, പക്ഷെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ മാത്രമേ ഞാൻ മറുപടി പറയൂ. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു നിയമത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ പലരെയും ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അതായത് എലിസബത്ത് ഉദ്ദിനെ അടക്കം പല വീഡിയോയും പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞിട്ടും ഒരു പോലീസുകാരും നേരിട്ട് ചെന്ന് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ആ യുവതിയോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചെന്ന് നിങ്ങളുടെ സ്വന്തം ജീവനും സുരക്ഷയാക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതം രക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറായിട്ടിരിക്കുന്നത്. പക്ഷേ അത് ആരും അവിടെ വന്ന് ചോദിച്ചിട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെടത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയി ഈ നടന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വെളിപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. പക്ഷേ ആ ആരോപണങ്ങൾ ശരിക്കും ഈ ഒരു കല്യാണം, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഒരു പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഗർഭം ധരിച്ചിരുന്നോ, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം 7 മാസം ആയപ്പോൾ കുഞ്ഞിന് ജന്മം നൽകി, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവരെ ആ ഒരു സംഭവത്തോടെ കൂടിയാണ് ഈ ഒരു അനാഥാലയവുമായി ബന്ധപ്പെട്ട് ഉള്ള നിരവധി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഓരോന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തരാൻ അതിൻ്റെ നടത്തിപ്പ് ഇതുവരെ സാധിച്ചിട്ടില്ല. ശരിക ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്ക്രൈബ്. അതായത് ഉദയഗിരിജ, അതായത് ഈ ജീവമാതാ കാരുണ്യ ഭവൻ നടത്തിപ്പുകാരുടെ പേര് ഉദയഗിരിജ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ഈ അനാഥാലയം ശ്രദ്ധിക്കപ്പെടുന്ന അവരുടെ വിശാലമായ മനസ്സ്. അതായത് അവർ അനാഥാലയത്തിലെ ഒരു അനാഥയായ പെൺകുട്ടി അവരുടെ സ്വന്തം മകന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു ആർഭാടമായിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും അതിനെ ഓഹോ വെച്ചു, ഖരഘോഷം മുഴക്കി. അതിനുശേഷം കുറേ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴും നന്മമരത്തിൻ്റെ ആ ഒരു വലിയ ശിഖരം, അല്ലെങ്കിൽ ആ ഒരു വലിയ തടിയുടെ പുറകിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തടിയുടെ തണലിൽ നിൽക്കുമ്പോൾ ആരും നമ്മുടെ തിന്മകളെ പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ ഈ ഡാഡി ഗിരിജ എന്നാണ് വന്നത് കേട്ടോ സിനിമയിലെ പേര്. ഇപ്പം മമ്മി ഗിരിജ എന്നാണ് അവരെ ട്രോളുന്നത് യൂട്യൂബേഴ്സ്. ഡാഡി ഗിരിജ എന്നൊരു കഥാപാത്രം, വില്ലൻ കഥാപാത്രം ഉണ്ടല്ലോ നമുക്ക്, നമ്മുടെ എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ സിനിമയിലെ ഡാഡി ഗിരിജ, ഓർക്കുന്നില്ലേ പൗർണമി? അപ്പോൾ അതുപോലെ ഒരു മമ്മി ഗിരിജ. കാരണം അവരുടെ ഹിസ്റ്ററി അതുപോലെയാണ്. പല യൂട്യൂബ് ബ്ലോഗേഴ്സ് മാത്രമല്ല, അവരുടെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് തെളിവ്, അവരുടെ മുഖം വരെ കാണിച്ച അവസാനം തെളിവിന് വേണ്ടിയിട്ട് അവരുടെ മുഖം വരെ കാണിച്ചുകൊണ്ട് അവർ പറയുന്നത് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീ വളരെ മോശമായിട്ടുള്ള പാതയിൽ സഞ്ചരിച്ചൊരു സ്ത്രീയാണ്. ശരിയാണ്, മോശം ഹിസ്റ്ററി പലർക്കും ഉണ്ടാവും ലൈഫിൽ. ചിലപ്പോൾ അതിൽ മാനസാന്തരപ്പെട്ട് നല്ലവരാകുന്നവർ നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അവർ പറയുന്ന തെളിവുകൾ, അവർ പറയുന്നത് നിങ്ങൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കൂ. ഈ പറയപ്പെടുന്ന അവർ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസുണ്ട്. അതോടൊപ്പം ഇവരുടെ ഹസ്ബൻഡിനെ ഇവരുടെ കാമുകൻ കൊന്നുകളഞ്ഞതാണ് ഉണ്ടായിരുന്നത്. അവർക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഭയങ്കരമായിട്ട് കണ്ണിങ് ആയിട്ടൊരു സ്ത്രീയാണ്. ഇവർക്ക് ഒരിക്കലും ഒരു നല്ല പേരില്ല. അതിൽ ഏറ്റവും വലിയ ഇവരെ ഞെട്ടിപ്പിക്കുന്നത് ഈ അയൽവാസിയായിട്ട് ഇവരുടെ ഒറിജിനൽ പേര് അമ്പിളിന്നോ മറ്റോ ആണ്. ഈ ഗിരിജ എന്നുള്ള പേര് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. അവർ പറയുന്നത് അമ്പിളി എന്നാ നാട്ടിൽ ഇനീഷ്യൽ അറിയാം. അത് മെയിൻ റീസൺ വളരെ വിവാദപരമായിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ട് ഫ്ലക്സ് വരെ ഒട്ടിച്ച് നാട്ടുകാർ ഇവരെ ഈ സ്ത്രീയെ ഈ നാട്ടിൽ നിർത്തരുതെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതാണ്. ആ വിഷയം നമുക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആധികാരികത എത്രയുണ്ട് നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്കത് ഒരു മാധ്യമത്തിൽ, ഒരു ചാനലിൽ നമുക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതുകൂടാതെ ഇവരുടെ ഒരു രീതികളെന്ന് പറഞ്ഞാൽ എപ്പോഴും അത് അനാഥാലയങ്ങൾക്ക് വേണ്ടി പണം പിരിക്കലായിരുന്നു ഇവരുടെ പണി ആക്ച്വലി. അപ്പോൾ ഈ അയൽവാസി തന്നെ ചോദിക്കുന്നത്, എങ്ങനെയാണ് അനാഥാലയത്തിന് വേണ്ടി പണം പിരിച്ച ആൾ എങ്ങനെ സ്വന്തമായിട്ട് ഇത്രയും വലിയൊരു അനാഥാലയം ഉണ്ടാക്കുന്നത്? അവരുടെ അനാഥാലയമാണത്. അതുകൂടാതെ ഓൾ കേരളയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർക്ക് ഒരുപാട് ഭൂസ്വത്തുക്കൾ ഇവർ മേടിച്ചിട്ടുണ്ട് അവരുടെ പേരിൽ തന്നെ.
അപ്പോൾ ഇതൊക്കെ ഇവർക്ക് എങ്ങനെയുണ്ട്? അത്രയും അവസ്ഥയിൽ കഴിഞ്ഞ ഒരാൾക്ക്, പ്രത്യേകിച്ച് ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരാൾക്ക്, നമുക്കറിയാം പൗർണമി, ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് കാരുണ്യ പ്രവർത്തനം ചെയ്തുകൊണ്ട്, ഫിറോസ് കുന്നംപറമ്പിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ, ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാർ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ 35 നമുക്കറിയാം, നമുക്ക് ഇതുവരെ ഇല്ലാത്ത രോഗങ്ങളുടെ പേരും വെച്ച് ആൾക്കാരുടെ പടവും വെച്ച് ഒരു അക്കൗണ്ട് നമ്പർ അങ്ങ് കൊടുക്കുക. തീർച്ചയായും ഒരാളെ സഹായിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. ഒരാൾക്ക് പൈസ ചികിത്സ നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മലയാളിയുടെ ആണെങ്കിലും മനസ്സലിയും. ഈവൻ ഇല്ലാത്തവരാണെങ്കിൽ പോലും എങ്ങനെയും 10 രൂപ ഒപ്പിച്ച് കൊടുക്കാനേ ശ്രമിക്കുള്ളൂ. അത് നമ്മുടെ ഒരു നാടിന്റെ നന്മ തന്നെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നന്മ പ്രവർത്തികളെ വളരെയധികം മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ കാരുണ്യ പ്രവർത്തനത്തിന് പിരിവിന് വരുമ്പോഴേക്കും നമ്മളെല്ലാവരും ഒന്ന് സംശയിച്ച് ശരിയാണോ, അവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ, ആദ്യമൊക്കെ എല്ലാവരും ഒന്ന് അകമഴിഞ്ഞ് സഹായിക്കുമായിരുന്നു, ഉള്ളതുപോലെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും പിരിവിന് വന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ, എവിടെയാണ് സ്ഥാപനം എന്ന് പരിശോധിച്ച ശേഷം മാത്രമാണ് ഭൂരിഭാഗം ആളുകൾ ഇപ്പോൾ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ ഈ അനാഥാലയത്തിലെ നടത്തിപ്പുകാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ നടത്തിപ്പുകാരിയുടെ അന്തേവാസിയായിട്ട് നിന്ന കുട്ടിയെ തന്നെ അവിടുത്തെ ഒരു കാര്യക്കാരിയാക്കുന്നു. ആ കുട്ടി പറഞ്ഞ് റിവീൽ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നത്, അല്ലേ ശരിക? തീർച്ചയായിട്ടും. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഈ പെൺകുട്ടി, അതായത് ഈ ഉദയഗിരിജയുടെ മകൻ വിവാഹം കഴിച്ച പെൺകുട്ടി കല്യാണത്തിന് മുൻപ് ആ അനാഥാലയത്തിൽ വെച്ച് ഗർഭിണി ആയിരുന്നു എന്നുള്ള സംശയത്തിന്റെ നിഴലിലാണ് ഇതെല്ലാം കുത്തിപ്പൊക്കപ്പെടുന്നത്. അങ്ങനെ അവിടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ മരണവും ഇപ്പോൾ അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു മെന്റലി റിട്ടയർഡ് ആയിട്ടൊരു പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ചും പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നേരത്തെ ഉണ്ടായിരുന്നൊരു അന്തേവാസി, അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിപ്പുകാരിയായിട്ടാണ്. പക്ഷേ ഈ ഗിരിജ അവരെ അങ്ങനെ അന്തേവാസിയായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ, അവിടുത്തെ നടത്തിപ്പുകാരിയായിട്ട് കണക്കാക്കിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഇനി അതെന്തോ ആയിക്കോട്ടെ, അങ്ങനെ അവർ ദൃക്സാക്ഷിയാണ്, അവിടെ പുരുഷന്മാർ കയറുന്നതിന് ദൃക്സാക്ഷിയാണ്. അതും അവിടെ ഒരു സ്പോൺസറാണ് കയറിയത്. അതായത് ഈ അനാഥാലയം സ്വാഭാവികം നമുക്കറിയാം, അനാഥാലയ നടത്തിപ്പുകാരിക്ക് മാത്രമായിട്ട് നടത്താൻ പറ്റത്തില്ല, ഇതിന് സ്പോൺസർഷിപ്പാണ്. ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലായ്പ്പോഴും സ്പോൺസർമാരുണ്ടാവും. അതിനുള്ള കാശുകാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. മലയാളികൾ ഇഷ്ടംപോലെ കാശുള്ള കോടീശ്വരന്മാർ ഇഷ്ടംപോലെ മലയാളികൾക്കിടയിലുണ്ട്. അപ്പോൾ അതിലൊരു സ്പോൺസർ അവിടെ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. വൈകുന്നേരം അദ്ദേഹമാണെന്നാണ് ഈ പെൺകുട്ടി തറപ്പിച്ച് പറയുന്നത്. എന്നിട്ടും പേടിച്ചിട്ട് അവരത് ചോദിച്ചില്ല. പിറ്റേ ദിവസം ഈ ഗിരിജ തന്നെ നീ എൻ്റെ ജാരനെ തപ്പി ഇറങ്ങിയതാണോ എന്ന രീതിയിൽ ചോദിക്കുകയും അതോടൊപ്പം ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിലിട്ടുകൊണ്ട് ഇവരെ തല്ലി ചതച്ച് അലമാരിക്കകത്ത് കയറ്റിയെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് അവരുടെ ഒരു ഗിരിജയെക്കുറിച്ച് മനോഭാവം. ഇത് അവിടുത്തെ അന്തേവാസി ലൈവായിട്ട് പറയുന്നൊരു, അവിടെ അന്തേവാസി ആയിരുന്ന പെൺകുട്ടി പറയുന്ന കാര്യമാണ്. നേരത്തെ അവിടുത്തെ അന്തേവാസികൾക്കുണ്ടാകുന്ന പ്രശ്നം, വേറെ കുട്ടികൾ 3-4 പേര് മൊഴി നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവരുടെ ഈ അതിലൊരാളാണ് ഈ പറയപ്പെടുന്ന അന്തേവാസി. അത് കൂടാതെ 2 കുട്ടികൾ കൂടെ ഉണ്ട്. അവർക്ക് പക്ഷേ ഇത് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ നിയമത്തിൻ്റെ അധികാരികളുടെ മുമ്പിൽ കൊടുക്കുന്നതിനെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇവരുടെ നാട്ടുകാർ, ഈ ഗിരിജ എന്ന് പറയുന്ന പെൺകുട്ടി സ്ത്രീയുടെ നാട്ടുകാർ, അതോടൊപ്പം അവരെ പണ്ട് തൊട്ടേ അറിയാവുന്ന, അവരുടെ ബാക്ക് ഹിസ്റ്ററി അറിയാവുന്നവരൊക്കെ ഇവരെക്കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം ഒരാൾക്ക് എങ്ങനെയാണ് അനാഥാലയം നടത്താനുള്ള ലൈസൻസ് കിട്ടിയത്? പറഞ്ഞു അനാഥാലയം ഇങ്ങനെ ആർക്കും തുടങ്ങാവുന്ന ഒന്നാണോ? എന്റെ സംശയമാണ്. അല്ല, ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അറിയില്ല ഇനി ഇതിന് പിന്നിൽ എന്തൊക്കെയുണ്ട്, ആരുടെയൊക്കെ സഹായം ഇവർ നേടിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ അങ്ങനെ എല്ലാവർക്കും ഒന്നും അനാഥാലയം നടത്താൻ ഒരിക്കലും പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കൃത്യമായ നിയമ നടപടികളും അതുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം റെഡി ആയെങ്കിൽ മാത്രം. കാരണം ഒരാളെ അല്ല നോക്കുന്നത്, ഒരു കൂട്ടം ആളുകളെ നോക്കുമ്പോൾ അത്രയും ആളുകൾക്കുള്ള ചിലവ്, അതിപ്പോൾ ഭക്ഷണമായിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കൊടുക്കാനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിക്കാനും കഴിവുള്ള ആളുകളാണോ എന്നതടക്കമുള്ള പരിശോധനകൾ നടത്തിയിട്ടായിരിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ അന്വേഷണം കൃത്യമായി നടന്നാൽ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ പറയുന്ന വിഷ്ണു ആണെങ്കിലും നമ്മൾ ശരിയാണെങ്കിലും മുൻപ് പറഞ്ഞു, ഈ കുട്ടി, അതായത് അവരുടെ ആ നടത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ച പെൺകുട്ടി ആ അനാഥാലയത്തിലെ തന്നെ അന്തേവാസിയായിരുന്നു. ആ കുട്ടി വിവാഹത്തിന് മുൻപ് ഗർഭം ധരിച്ചത് മൂലമാണ് ഈ പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും വിവാഹത്തിന് മുൻപ് ഗർഭം ധരിച്ചത് മാത്രമല്ല പ്രശ്നം, വിവാഹത്തിന് മുൻപ് ആ ഒരു പ്രായത്തിലാണ് ആ കുട്ടി ഗർഭം ധരിക്കുന്നതെങ്കിൽ ആ കുട്ടി 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപായിരിക്കണം ഗർഭധാരണം നടത്തിയത് എന്നും അതുമായി ബന്ധപ്പെട്ടും ഈ ഹോസ്റ്റൽ അല്ലെങ്കിൽ ഈ ഒരു അനാഥാലയത്തിലെ മറ്റ് സ്ത്രീകളുടെ, മറ്റു പെൺകുട്ടികളുടെ സുരക്ഷയും മുൻനിർത്തിയാണ് ഈ ഒരു വിഷയം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് യാതൊരു വിലയും ഇല്ലാത്ത വരുന്നൊരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത കാലഘട്ടമാണ്. അപ്പോൾ സ്വന്തം വീടുകളിൽ സ്വന്തം പേരൻസിനൊപ്പം നിൽക്കുന്ന സ്ത്രീകൾ പോലും അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ പോലും സുരക്ഷിതരല്ലാത്ത ഈ ഒരു സമൂഹത്തിൽ അനാഥാലയത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ഇവരുടെയൊക്കെ ഒരു ശിക്ഷണത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എന്ത് സുരക്ഷയാണ് എന്നുള്ളതാണ് വീണ്ടും ചോദിച്ചു വെക്കുന്നത്. പ്രത്യേകിച്ച് ആ നടത്തിപ്പുകാരി എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവത്തിൽ തന്നെ ഇത്രയേറെ ദൂഷ്യം വശങ്ങൾ
ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ എന്ത് സേഫ്റ്റി ഈ കുട്ടികൾക്കുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നത് തന്നെയാണ് ചോദ്യമാവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൃത്യമായി നടക്കണം. അത് അന്വേഷണത്തിൽ തെറ്റ് കണ്ടെത്തിയാൽ തീർച്ചയായും ഇവരെ ശിക്ഷിക്കപ്പെടുകയും അതോടൊപ്പം അവിടെ ഇപ്പോൾ കഴിയുന്ന നിലവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്.